സർക്കാരിൻ്റെ അതിവേഗ റെയിൽ പദ്ധതി സിൽവർ ലൈനിൽ ഇന്ന് നിർണായക ചർച്ച നടക്കും. കൊച്ചിയിൽ ഉച്ചകഴിഞ്ഞ് ദക്ഷിണ റെയിൽവേ അധികൃതരും കേരയിൽ പ്രതിനിധികളും പങ്കെടുക്കുന്ന കൂടിക്കാഴ്ച ഉണ്ടാകും. പദ്ധതി രേഖയിൽ മാറ്റം വരുത്തണമെന്ന റെയിൽവേയുടെ നിർദ്ദേശത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ ചർച്ച. DPR ചർച്ച ചെയ്യപ്പെടുന്നു ഇന്ന്. ഇതിനിടെ കൊച്ചിയിലും കോഴിക്കോട്ടും സിൽവർ ലൈൻ പദ്ധതിക്കെതിരെ സമരസമിതിയുടെ പ്രതിഷേധവും നടക്കുന്നുണ്ട്. തനേഷ് തമ്പി വിവരങ്ങളുമായി ചേരും. അതുപോലെ പ്രതിഷേധത്തിൻ്റെ വാർത്തകളുമായി കൊച്ചിയിൽ നിന്ന് വിഷ്ണു സുരേഷും ചേരുന്നുണ്ട്. തനേഷ് ആൻഡ് വിഷ്ണു, ഗുഡ് മോർണിംഗ് ടു ബോത്ത് ഓഫ് യു. പറയൂ തനേഷ് തമ്പി, വിവരങ്ങൾ ആദ്യം. ഗുഡ് മോർണിംഗ് SKN. LDFിൻ്റെ സ്വപ്ന പദ്ധതിയായ കേരയിൽ പദ്ധതി നടപ്പിലാകുമോ എന്നത് സംബന്ധിച്ചിട്ടുള്ള ആശങ്ക LDF കേന്ദ്രങ്ങളിൽ നേരത്തെ മുതൽ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ അതിനൊരു അനക്കം വെച്ചു തുടങ്ങുന്നു, ചിറക് മുളച്ചു തുടങ്ങുന്നു എന്നുള്ളതാണ് ഇന്നത്തെ ഒരു യോഗത്തിൻ്റെ പ്രത്യേകത. കാരണം ഈ പദ്ധതി നടപ്പിലാക്കാനാവില്ല എന്ന് കേന്ദ്രം നേരത്തെ നിലപാടെടുത്തിരുന്നു. മാത്രമല്ല വലിയ സമരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നതോടുകൂടി ഈ പദ്ധതിയിൽ നിന്ന് ഏതാണ്ട് പിന്നോട്ട് പോയി എന്ന് തോന്നിപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് LDFിനെ സംബന്ധിച്ചുണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ കഴിഞ്ഞ ഒക്ടോബറിൽ മുഖ്യമന്ത്രി കേന്ദ്ര റെയിൽ മന്ത്രി അശ്വിനി വൈഷ്ണവുമായി കൂടിക്കാഴ്ച നടത്തുകയും അതിനുശേഷം DPR സമർപ്പിക്കുകയും ആ DPRൽ കേന്ദ്രത്തിൻ്റെ മറുപടി വരികയും ഒക്കെ ചെയ്തു. DPRൽ കാതലായ മാറ്റങ്ങൾ വേണം എന്ന ആവശ്യമാണ് ഇപ്പോൾ കേന്ദ്രം മുന്നോട്ട് വച്ചിരിക്കുന്നത്. ഇതെത്ര കണ്ട് സംസ്ഥാന സർക്കാർ അംഗീകരിക്കുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമായി ഉയരുന്നത്. അതുതന്നെയായിരിക്കും ഈ ചർച്ചയുടെ ഒരു ഭാവിയെ നിർണ്ണയിക്കുന്നതും എന്ന് വേണമെങ്കിൽ പറയാം. കാരണം നിലവിലെ റെയിൽവേ പാതയോട് ചേർന്ന് മറ്റൊരു സമാന്തരമായ ഒരു പാത എന്നുള്ളതാണ് റെയിൽവേ മുന്നോട്ട് വയ്ക്കുന്നത്. കാരണം ആ പാതയിലൂടെ വന്ദേ ഭാരത് ഉൾപ്പെടെയുള്ള അതിവേഗ ട്രെയിനുകൾ ഓടിക്കാനുള്ള സംവിധാനം കൂടി ഒരുക്കണം എന്നുള്ളതാണ്. അതായത് ഇപ്പോഴുള്ള റെയിൽവേ ട്രാക്കുകൾക്ക് സമാന്തരമായി മറ്റൊരു ട്രാക്ക് അതേ ഭൂമിയിലൂടെ തന്നെ എന്നുള്ളതാണ് റെയിൽവേ കാണുന്നത്. പക്ഷേ ഇതല്ല, സമാന്തരമായി മറ്റൊരു പാത, അതായത് സ്വതന്ത്രമായ ഒരു പാത എന്നുള്ളതാണ് കാണുന്നത്. സ്റ്റാൻഡേർഡ് ഗാരേജാണ് സംസ്ഥാന സർക്കാർ ഉദ്ദേശിക്കുന്നത്. വിദേശ രാജ്യങ്ങളിലടക്കം അതിവേഗ ട്രെയിനുകൾക്ക് സ്റ്റാൻഡേർഡ് ഗാരേജ് വഴിയാണ് ഓടുന്നത് എന്നുള്ളതും അവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു നിലപാടിൽ മാറ്റമില്ല എന്നുള്ളതാണ് കേരയിൽ അവസാന നിമിഷം വരെയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ റെയിൽവേയുടെ ബ്രോഡ് ഗേജ് വഴിയുള്ള യാത്ര എന്നുള്ളത് പൂർണ്ണമായും തള്ളിക്കളയുന്നു. അവിടെ അതിവേഗ ട്രെയിനുകൾ ഓടിക്കാൻ കഴിയില്ല. പരമാവധി 160 കിലോമീറ്ററാണ് റെയിൽവേ തന്നെ പറയുന്നത്. പക്ഷേ 200-ന് മുകളിൽ വേഗതയിലാണ് 5 മണിക്കൂർ കൊണ്ട് തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡിലേക്ക് എത്തുക എന്നുള്ളതാണ് ലക്ഷ്യമിടുന്നത് എന്ന് കേരയിൽ വിഭാവനം ചെയ്തിരിക്കുന്നത്. എന്തായാലും പദ്ധതിയുടെ ചെലവ് സംബന്ധിച്ചും ഒക്കെ അവ്യക്തതകൾ നിലനിൽക്കുന്നുണ്ട്. സംസ്ഥാന സർക്കാർ കാണുന്നത് 64,000 കോടി രൂപയാണ്. എന്നാൽ കേന്ദ്ര സർക്കാർ നീതി ആയോഗ് അടക്കം കണക്കാക്കിയെടുക്കുമ്പോൾ 1.25 ലക്ഷം കോടി രൂപ ചെലവ് വരുമെന്നാണ് കണക്കാക്കുന്നത്. ഭൂമി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, പ്രത്യേകിച്ച് റെയിൽവേ ഭൂമി വിട്ടു നൽകുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇതിലെല്ലാം വലിയ അവ്യക്തതകൾ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതെല്ലാം ഒന്ന് ക്രമീകരിച്ചെടുക്കുക എന്നുള്ളതാണ് ഇന്നത്തെ യോഗത്തിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം. റെയിലിൻ്റെ അധികൃതർ, ഒപ്പം തന്നെ സദേൺ റെയിൽവേയുടെ ഉന്നത ഉദ്യോഗസ്ഥർ എന്നിവരൊക്കെ ഈ യോഗത്തിൽ പങ്കെടുക്കും. അപ്പോഴും ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഈ റെയിലിന് അംഗീകാരമുണ്ടോ എന്ന ഒരു നയപരമായ ചോദ്യമാണ്. ആ ചോദ്യത്തിനുള്ള ഉത്തരം കേന്ദ്രത്തിൽ നിന്ന് കിട്ടിയാൽ മാത്രമേ DPRലെ മാറ്റങ്ങളടക്കം വിശദമായി ചർച്ച ചെയ്തിട്ട് കാര്യമുള്ളൂ എന്നും കേരളം വാദിക്കും. എന്തായാലും ഈ റെയിലിൻ്റെ ഭാവിയെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം നിർണായകമായിരിക്കും ഇന്നത്തെ യോഗം എന്ന കാര്യത്തിൽ തർക്കമില്ല. SKN. ഇപ്പോൾ കൊച്ചിയിലും കോഴിക്കോട്ടും ഈ കേരളത്തിനെതിരെ പ്രതിഷേധവും നടക്കുന്നുണ്ട്. കൊച്ചിയിൽ ചർച്ച നടക്കുമ്പോൾ അവിടെ കൊച്ചിയിലും കോഴിക്കോട്ടും പ്രതിഷേധവുമുണ്ട്. വിഷ്ണു സുരേഷ് ചേരുന്നു വിവരങ്ങളുമായി. വിഷ്ണു, വിശദാംശങ്ങൾ. SKN, കേരളയിലെ ചർച്ച നടക്കുന്ന സൗത്ത് റെയിൽവേ സ്റ്റേഷനിലേക്കാണ് കേരളയിൽ സമരസമിതിയുടെ പ്രതിഷേധ മാർച്ച് തീരുമാനിച്ചിരിക്കുന്നത്. 10:30 മാർച്ച് ആരംഭിക്കും. നിലവിൽ ആരും മുങ്ങോട്ടേക്ക് എത്തിയിട്ടില്ല. കേരളത്തിൻ്റെ സാമ്പത്തിക സാമൂഹിക മേഖലകളിൽ വലിയ പ്രതിസന്ധികൾ ഉണ്ടാക്കും, പരിസ്ഥിതി ആഘാതങ്ങൾ ഉണ്ടാക്കും എന്നെല്ലാം ചൂണ്ടിക്കാട്ടിയാണ് കേരളയിൽ സമരസമിതി വീണ്ടും പ്രക്ഷോഭത്തിന് ഒരുങ്ങുന്നത്. നേരത്തെ സദേൺ ചീഫ് റെയിൽവേ അഡ്മിനിസ്ട്രേറ്റർക്കടക്കം സമരസമിതി നിവേദനം നൽകിയിരുന്നു. ഒരു ഘട്ടത്തിൽ പദ്ധതി ഉപേക്ഷിച്ചു എന്നെല്ലാം പറഞ്ഞ് സമരസമിതി ആളുകളെല്ലാം പിൻവലിഞ്ഞിരുന്നു സമരത്തിൽ. വീണ്ടും ചർച്ചയാകുമ്പോൾ സമരസമിതി ആളുകൾ വീണ്ടും സജീവമായി വരുന്നു. ഇന്ന് ഒരു സൂചന സമരമാണ് നടത്തുന്നതെങ്കിൽ വരും ദിവസങ്ങളിൽ നേരത്തെ നമ്മൾ കണ്ട പോലെ പലയിടങ്ങളിലും കുടിലുകെട്ടി, കേരളയിൽ കടന്നു പോകുന്ന മേഖലകളിലൊക്കെ കുടിലുകെട്ടി റിലേ നിരാഹാര സമരങ്ങളടക്കം കടക്കാനുള്ള ഒരു തീരുമാനത്തിലേക്കാണ് സമരസമിതി ഉള്ളത്. 10:30 എറണാകുളത്തെ സമരം ആരംഭിക്കുക. വിഷ്ണു സുരേഷാണ് വിവരങ്ങൾ നൽകിയത്.